blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷെറിൻ ഗിൽബർട്ട് ആണ്. ആദ്യമേ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ കൂടെ എന്നോട് ചേർന്ന് ഷെറിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നടപ്പാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ കർത്താവെ അവരുടെ ജീവിതത്തിൽ തുറന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവെ ഇവരെ അങ്ങ് നിറച്ച് അനുഗ്രഹിച്ചതിനായി മാനിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഷെറിൻ്റെ ബർത്ത്ഡേ, പക്ഷേ ഈ ആഴ്ചയാണ് ഈ എപ്പിസോഡ് ഇടാൻ സാധിച്ചത്. സോ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഷെറിൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി കൊടുക്കുന്ന നിമിത്തമായി കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭവനത്തെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് ബ്രദർ ഡാമിയൻ നെയ്യാറ്റിൻകരയിൽ പറഞ്ഞ സന്ദേശത്തിൻ്റെ 2ാം ഭാഗത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇന്നലെ ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവം അനുവദിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ചില ആഴ്ചകൾക്ക് ശേഷമായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചില ക്ലാസ്സുകൾ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് സ്ത്രീയും പുരുഷനും അവർ എല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണ്. അവരെ വളരെ വിഭിന്നമായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. മനുഷ്യനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാൻ സ്പീക്സ് ടു കൺവേ ഇൻഫർമേഷൻസ്. മനുഷ്യൻ സാധാരണയായിട്ട് ഇൻഫർമേഷൻ, അറിവുകൾ പങ്കുവെക്കാനാണ് കൂടുതലായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ വുമൺ സ്പീക്സ് ടു കൺവേ ഫീലിങ്സ്. അവളുടെ ഫീലിങ്സ്, അവൾക്കുള്ള അവളുടെ ആധികൾ, അവരുടെ ദുഃഖങ്ങൾ, അവളുടെ സന്തോഷങ്ങൾ, അതായിരിക്കും അവളൊരു കാര്യം പങ്കുവെക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടും പ്രകടമായി നിൽക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പുരുഷൻ സ്ത്രീ എങ്ങനെയാണെന്നും സ്ത്രീ ഒരു പുരുഷൻ എങ്ങനെയാണെന്നും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പുരുഷൻ ഒരു ദിവസം ഏതാണ്ട് 7000 വാക്കുകൾ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു ദിവസം 15000-ത്തിലധികം വാക്കുകളാണ് സംസാരിക്കുന്നത്. പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾ സാധാരണ സംസാരിക്കുന്നുണ്ട്. പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. അത് കേൾക്കുവാൻ ഒരു സന്മനസ് നിങ്ങൾ കാണിക്കണം. അപ്പോൾ തന്നെ സഹോദരിമാർ, സ്ത്രീകൾ അല്ലെങ്കിൽ ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭർത്താക്കന്മാർ സംസാരിക്കുന്ന കാര്യത്തിൽ പുറകിലാണ്. ദൈവം അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് കെറു വിചാരിക്കരുത്, അവരോട് പരാതി തോന്നരുത്. അതങ്ങനെയാണെന്ന് നാം കരുതണം. അത് മനസ്സിലാക്കി നാം ഒരുമിച്ച് ജീവിച്ചാൽ നമ്മുടെ കുടുംബജീവിതം സ്വർഗം പോലെ ഏറ്റവും മനോഹരമായിരിക്കും, ഏറ്റവും സുന്ദരമായിരിക്കും. ഇനി ബ്രദർ ഡാമിയൻ ഇന്ന് നെയ്യാറ്റിൻകരയിൽ നൽകിയ ആ സന്ദേശത്തിന്റെ 2ാം ഭാഗം ഇപ്പോൾ നമുക്ക് കാണാം. ഹല്ലേലൂയ. സാത്താൻ നിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഒരു വലിയ PhD ഉണ്ടെങ്കിൽ ആ PhDയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചാൽ സാത്താൻ പോവില്ല. പോകുമോ? ഇല്ല, ഞാൻ SSLC പാസ്സായി, SSLCയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു, സാത്താനെ പോകുമോ? ഡിഗ്രി ഉണ്ടേ പോവോ? നോ. അതിൽ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, യേശുവിന്റെ നാമം നിന്റെ കയ്യിലുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തം നിന്റെ നെറ്റിമേലുണ്ടെങ്കിൽ, സാത്താൻ നിന്റെ അടുക്കൽ വരുമ്പോ എത്രാം ക്ലാസ് വരെ പഠിച്ചു എന്നല്ല സാത്താൻ നോക്കാൻ പോകുന്നത്, നിന്റെ അകത്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ മണമുണ്ടോ, നിന്റെ അകത്താത്മ നിറവുണ്ടോ, നിന്റെ അകത്ത് സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്നും എടുത്ത തീയുണ്ടോ, തീ കനലുണ്ടോ, അതാ സാത്താൻ നോക്കുന്നത്. ഉണ്ടെങ്കിൽ ചോദ്യം പോലും ചോദിക്കില്ല, പുള്ളി നേരെ റിവേഴ്സ് ഗിയറിൽ പൊക്കോളും. ഹല്ലേലൂയ.
അടുത്തിരിക്കുന്ന ആളോട് പറയാ, ഇനി ഇരിക്കരുത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. അടുത്തുള്ള 3-4 പേരോട് കൈ ഇങ്ങനെ എടുത്തേ, ചൂണ്ടുവിരലിങ്ങനെ പിടിച്ച് അടുത്തിരിക്കുന്ന 4 പേരോട് പറ, ഇനി ഇരിക്കരുത്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. പത്രോസ് എഴുന്നേറ്റു. അതുവരെ ഇരിക്കുമായിരുന്നു. 10 ദിവസമായി ഇരിപ്പ് തുടങ്ങിയിട്ട്. ആ ഇരിപ്പിന്റെ പേരാണ് കാത്തിരിപ്പ്. എന്താണ് പേര്? കാത്തിരിപ്പ്. 10 ദിവസം ഇരുന്നു, കാത്തിരുന്നു. എന്നാൽ വരേണ്ടവൻ വന്നു, വരേണ്ട ശക്തി വന്നു. അവർ എഴുന്നേറ്റ്. പിന്നെ ഇരുന്നിട്ടില്ല. ഓട്ടം. എവിടെ വരെ എത്താമോ ഭൂമിയുടെ അറ്റം വരെ അവർ ഓടി യേശുവിന്റെ നാമത്തെ ഉയർത്തെഴുന്നേറ്റ യേശുവിന് സാക്ഷ്യം പറഞ്ഞു. അവൻ മരിച്ചു കിടക്കുകയല്ല, അവൻ എഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങളുടെ കൈ തൊട്ടതാ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ, ഞങ്ങളുടെ കാത് കേട്ടതാ, മഹിമ കണ്ട സാക്ഷികളായി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അവൻ അവിടെ ഇല്ല, കല്ലറയ്ക്കകത്ത് യേശുവില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ ശക്തി ലഭിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ വന്നത് പണ്ട് ദാവീദ് എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ യേശുവിനെ കുറിച്ച് എഴുതിയ ഒരു സങ്കീർത്തനത്തിലെ ഭാഗമായിരുന്നു. അത് 16-ാം സങ്കീർത്തനമായിരുന്നു. 16-ാം സങ്കീർത്തനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് ആത്മാവിൽ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. യേശു കർത്താവ് ദൈവത്തെ എങ്ങനെ കണ്ടു? അങ്ങനെ കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി? സങ്കീർത്തനങ്ങൾ 16 7 മുതൽ 11 വരെ. 7-ാമത്തെ വാക്യം വായിക്കാം. എനിക്ക് ബുദ്ധി ഉപദേശം നൽകിയ യഹോവയെ ഞാൻ വാഴ്ത്തും. ഓക്കെ. രാത്രിയിലും എന്റെ അന്തരംഗം എന്നെ പ്രബോധിപ്പിക്കുന്നു. ഓക്കെ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഞാൻ എന്റെ ദൈവത്തെ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. യേശുവിന് ഒരു ക്വാളിറ്റി കണ്ടോ? യേശു ചെയ്തത് തന്റെ പിതാവായ ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തു. വായിച്ചേ. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അത് നിമിത്തം എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. അത് നിമിത്തം എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ശരീരവും സുരക്ഷിതമായി വസിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയുകയില്ല. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള കാരണമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തപ്പോൾ അവന്റെ പ്രാണൻ അവിടെ പാതാളത്തിൽ കിടന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവിടുത്തെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിച്ചതുമില്ല. ജീവന്റെ മാർഗം അങ്ങ് എന്നെ അറിയിക്കുന്നു. അവൻ എന്നെ അറിയിക്കും. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷപൂർണതയും അവിടുത്തെ വലതുഭാഗത്ത് പ്രമോദങ്ങളും എന്നേക്കുമുണ്ട്. കൈകൾ ഉയർത്തി ആമേൻ. ദൈവത്തെ എല്ലായ്പ്പോഴും മുന്നിൽ വെച്ചപ്പോൾ, ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ 7 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അതിൽ ഒന്ന്, ദൈവത്തിന്റെ ആലോചനകൾ അവന് ലഭിച്ചു. കൈകൾ ഉയർത്തി പറഞ്ഞ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ ദൈവത്തിന്റെ ആലോചനകൾ എനിക്ക് കിട്ടും. എത്ര പേർ തയ്യാറാണ്? ഭർത്താവിനല്ല 1-ാം സ്ഥാനം, ഏറ്റവും ഇളയ മോൾക്കല്ല 1-ാം സ്ഥാനം ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? ഗേൾ ഫ്രണ്ടിനല്ല 1-ാം സ്ഥാനം, ബോയ് ഫ്രണ്ടിനുമല്ല. ഭാര്യക്കല്ല 1-ാം സ്ഥാനം, ജീവിതത്തിൽ 1-ാം സ്ഥാനം
നിന്റെ ദൈവത്തിന് കൊടുത്താൽ ആവശ്യ സമയത്ത് നിനക്ക് ആലോചനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. കർത്താവ് ചേവിട്ടിൽ ആലോചന പറഞ്ഞു തരും, ഹൃദയത്തിൽ ആലോചന തരും. എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, വിദഗ്ധ ഉപദേശം നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ രണ്ടാമത്തെ ക്വാളിറ്റി അവിടെ കാണുന്നത്, യു വിൽ ബി വെരി ബോൾഡ്. ഭയങ്കരമായ ഒരു ധൈര്യമുണ്ടായിരിക്കും. ദൈവത്തിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്താൽ നിന്റെ നെഞ്ചിന്റെ ഈ ഭാഗം, ഹൃദയത്തിന്റെ ഈ ഭാഗം ഉരുക്ക് പോലെ ഇരിക്കും, സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയത് പോലെ ഇരിക്കും. ഒന്നിന്റെയും മുമ്പിൽ നീ തോൽക്കുകയില്ല. കാരണം ദൈവം നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തെ നീ കാണുന്നത് കൊണ്ട് ഒന്നിനെയും മറ്റൊന്നിനെയും നീ കാണുകയില്ല, ഭയപ്പെടുകയില്ല. ഇത് ഒരു കുടുംബമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അത് മിക്കവർക്കും തന്നെ വലിയ സാക്ഷ്യങ്ങളുണ്ട്. ഈ സഹോദരിയുടെ പേര് സതി എന്നാണ്. അമ്മ. അതെ, കുടുംബനാഥ. ഈ സിസ്റ്ററിന് 18 വർഷമായിട്ട്, അതായത് ഏകദേശം വിവാഹത്തിന്റെ സമയം മുതൽ സന്ധിവാതമായിരുന്നു. കടുത്ത സന്ധിവാതമായിരുന്നു. അതുകൊണ്ട് വിരലുകളൊക്കെ മടക്കുവാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ തനിക്ക് വീട്ടിലെ ജോലികൾ ചെയ്തേ പറ്റൂ. യാതൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് വേദന സഹിച്ച് ഈ 18 വർഷം താൻ ആ ജോലികൾ ചെയ്തു വന്നു. പക്ഷെ വളരെ വേദന കൊണ്ട് റെസ്റ്റ് എടുക്കും, കിടക്കും. മാത്രമല്ല ഹോമിയോപ്പതി, അലോപ്പതി എല്ലാ മരുന്നുകളും താൻ കഴിച്ചെങ്കിലും ആ കഴിക്കുന്ന സമയത്ത് വേദനയ്ക്കൊരു കുറവ് ലഭിക്കുമെങ്കിലും തന്റെ രോഗത്തിന് യാതൊരു വ്യത്യാസവും ഈ 18 വർഷമായിട്ട് വന്നിട്ടില്ല. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ ഇവര് ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങിയത്. എന്നാൽ ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ഒരു TV പ്രോഗ്രാമിൽ ബ്രദർ പറഞ്ഞു സന്ധിവാതവും നട്ടെല്ല് വേദനയും സൗഖ്യമാകുന്നു. ഈ സിസ്റ്ററിന് സന്ധിവാതം മാത്രമല്ല കടുത്ത നടുവേദനയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ നിമിഷം മുതൽ തന്നെ ശരീരത്തിൽ വലിയ വ്യത്യാസം അനുഭവിച്ചു തുടങ്ങി. താൻ പറയുന്നു ചില ആഴ്ചകൾക്കകം തന്നെ തന്റെ കൈവിരലുകൾ പൂർണ്ണമായി തനിക്ക്, ഇത്രയും നാളൊക്കെയും കൈവിരൽ സ്റ്റിഫായിരുന്നു. എന്നാൽ ഇപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളുടേതുപോലെ തന്നെ കൈയൊക്കെ മടങ്ങുന്നു, വിരലുകൾ മടങ്ങുന്നു. യാതൊരു വേദനയും തനിക്ക് അനുഭവിക്കുന്നില്ല. ഈ ഇതുണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു കുഴപ്പം? ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും സാധ്യമില്ലായിരുന്നു. ഞാൻ അടുക്കള ജോലി ചെയ്യുന്നത് കൂടുതൽ സമയം കസേര ഇരുന്നിട്ടാണ് ജോലികൾ ചെയ്യുന്നത്. കസേരയിൽ ഇരുന്നാ ജോലി ചെയ്തോണ്ടിരുന്നത്? അടുക്കളയിൽ? ഓ, നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെയാണ് കിച്ചണിൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്. കസേരയിൽ ഇരുന്നുകൊണ്ടാണ് കഞ്ഞി വെക്കുന്നതും കാപ്പി തിളപ്പിക്കുന്നതും എല്ലാം. 5 മിനിറ്റ് സമയം പോലും നിൽക്കത്തില്ല. അത്ര എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. നടുവേദന ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ TV പ്രോഗ്രാം കണ്ട ശേഷമുള്ള സൗഖ്യം എന്ന് പറഞ്ഞ എങ്ങനെയാ കിട്ടിയത്? എനിക്ക് നല്ല സൗഖ്യം കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നന്നായിട്ട് കൈ നിവർത്താനെല്ലാം സാധിക്കുന്നുണ്ട്, ഗ്ലാസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? എല്ലാ ജോലികളും ചെയ്യുന്നു. എല്ലാ ജോലികൾ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വീട്ടിലെ ജോലികൾ, ഞാൻ മക്കൾ പഠിക്കാൻ പോകും. അപ്പം ചേട്ടന്റെ വീട്ടിൽ കാണുന്നത് എല്ലാ ജോലികളും ഞാൻ ചെയ്തു. എന്നാലും എന്റെ ദൈവത്തോട് ഞാൻ ഇപ്പോൾ എങ്ങനെ കസേരയിൽ ഇരുന്നാണോ ജോലി ചെയ്യുന്നത്, നടന്നാണോ ജോലി ചെയ്യുന്നത്, നിന്നാണോ ജോലി? ഞാനിപ്പോ 2-3 മണിക്കൂർ നിന്നാലും എനിക്ക് നട്ടല് വേദനയൊക്കെ ഒരുപാട് കുറവുണ്ട്. ഞാൻ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, വീട്ടിലെ ജോലികളെല്ലാം. 2-3 മണിക്കൂർ നിന്ന് ഇപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുന്നു. കസേരയിൽ ഇരുന്നുള്ള ഉദ്യോഗസ്ഥ പണിയല്ല ഇപ്പൊ ചെയ്യുന്നത്, ഓടി നടന്ന് ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. കൈകളുള്ളവരൊക്കെ ഒന്ന് അടിച്ച് ബ്ലെസ്സിംഗ് ടുഡേക്ക് കൈയടിക്കണ്ട, ഡാമിയൻ ബ്രദറിന് കൈയടിക്കണ്ട. സൗഖ്യമാക്കിയത് യേശുവാണെങ്കിൽ യേശുവിന് കൈയടിക്കാം. ബ്രദർ തന്റെ അടുക്കൽ നിൽക്കുന്നത് തന്റെ മകൾ ഗ്രീഷ്മ. മൂത്തതാരാ? ഇത് മൂത്തതാ, ഇത് ഇളയതാ. ഓക്കെ. ആ മകൾക്ക് 2 വർഷമായിട്ട് കാലിൽ, അതിന്റെ 2 കാലിലും അലർജി വന്നിട്ട് താൻ പറഞ്ഞത് പൊള്ളിക്കഴിഞ്ഞാൽ എങ്ങനെ കാലിരിക്കും അതുപോലെ ചീഞ്ഞ രീതി, വളരെ വികൃതമായ തൊലിയൊക്കെ പോയി ആ രീതിയിലാണ് തന്റെ കാലുകൾ ഇരുന്നത് 2 വർഷമായിട്ട്. എന്നാൽ താൻ ബ്ലെസ്സിംഗിലൂടെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് TV പ്രോഗ്രാമിലൂടെ ബ്രദർ പറഞ്ഞു കാലിൽ ഇതുപോലെ പൊട്ടിയിട്ട് തൊലിയൊക്കെ പോയി പൊട്ടിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന്. ഈ സഹോദരൻ പറയുന്നത് അന്ന് മുതൽ തന്നെ അത് ഉണങ്ങി തുടങ്ങി. 2 വർഷമായിട്ട് എല്ലാ ദിവസവും, അതിൽ ഒരു ദിവസം പോലും ഉണങ്ങിയിരുന്നിട്ടില്ല, കുറയലൊന്നുമില്ല, ഒരേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഈ പഴുപ്പ്. 2 വർഷം കാലതുപോലെ ഇരുന്നിരുന്നു. എന്നാൽ ഇന്ന് ആ കാലിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും അതിന്റെ ഉണങ്ങിയ പാടുകൾ അവിടെയുണ്ട്. മൊത്തത്തിൽ അത് മാറിപ്പോയി. ആ ചെരുപ്പ് നൂരി ഈ നാട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ചെരുപ്പ് നൂരി. ബ്രദർ മാത്രമല്ല തന്റെ 9th എക്സാം ഇതുമൂലം എഴുതാൻ സാധിച്ചില്ല ഈ കുഞ്ഞിന്.
ഈ പ്രശ്നം ഉണ്ടായിരുന്നോണ്ട് 9ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഈ ഇവിടെ 2 കാലിലും ഉണ്ടായിരുന്നോ? 2 കാലിലും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. 2 വർഷം ഉണ്ടായിരുന്നു ഇതും. ആഹാ. ആ സമയത്ത് ഇത് ഉള്ള സമയത്ത് എന്തൊക്കെയായിരുന്നു മോളുടെ ബുദ്ധിമുട്ടുകൾ? നടക്കാൻ ഒക്കത്തില്ലായിരുന്നു, ചെരുപ്പിടാനൊന്നും ഒക്കത്തില്ല. ചെരുപ്പിടാൻ പാടില്ലായിരുന്നു, നടക്കാൻ പാടില്ലായിരുന്നു. പിന്നെ എടുത്തോണ്ടായിരുന്നു അച്ഛനും അമ്മയും ഇത് വരുമ്പോ എടുത്തോണ്ടായിരുന്നു നടക്കുന്നേ. എടുത്തോണ്ട് നടക്കുമായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു പോകാത്ത ഇതായിരുന്നു. ഇത്രയും വലിയ കുട്ടിയെ ഇവർ എടുത്തോണ്ട് നടക്കുമായിരുന്നു. മൈ ഗോഡ്. ഓ, ടോയ്ലറ്റിൽ പോകാൻ വരെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് അവർ പറയുന്നു. അതൊക്കെ പോട്ടെ. കർത്താവ് നിന്നെ സൗഖ്യമാക്കിയപ്പോൾ ഇപ്പോഴത്തെ വ്യത്യാസം എന്ന് പറഞ്ഞേ. ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയോ? ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1 ഓഹോ. എത്ര നാളായി സൗഖ്യം കിട്ടിയിട്ട്? 2 മാസം. മെയ് മാസത്തിലെ ഒരു എപ്പിസോഡിലാണ്, ഒരു TV പ്രോഗ്രാമിലാണ് ബ്രദർ പറഞ്ഞത് സൗഖ്യമാക്കുന്നുവെന്ന്. മെയ്, ജൂൺ, ജൂലൈ അന്ന് തന്നെ സൗഖ്യമായി തുടങ്ങിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ആ സൗഖ്യം പൂർത്തിയാക്കപ്പെട്ടു. ഈ 2 മാസമായിട്ട് ആ മകൾക്ക് പ്രശ്നമില്ല. കുറവില്ലായിരുന്നു. ഈ ബ്ലെസ്സിലൂടെ കണ്ടു പ്രാർത്ഥിച്ചു പോയത് നിസ്സാര ഓയിൽമെന്റ് മാത്രം ഒന്നും ഇടയേ ഉള്ളായിരുന്നു. സൗഖ്യമായി, വേറെ മരുന്നൊന്നും കഴിച്ചില്ല. ഉള്ളിൽ മരുന്നൊന്നും കഴിക്കാൻ സൗഖ്യം. ബ്രദർ, മറ്റൊരു സാക്ഷ്യം കൂടി ഉണ്ട്. ഇവര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ആ സഹോദരനോട് ചോദിച്ചായിരുന്നു. ഈ സഹോദരൻ ഒരു ഭയങ്കര മദ്യപാനിയായിരുന്നു. 15 വർഷമായിട്ട് എല്ലാ ദിവസവും മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. മുടങ്ങാതെ മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ 6 മാസമായി ബ്ലെസ്സിംഗിലൂടെ കണ്ടതിന് ശേഷം 6 മാസമായിട്ട് തന്റെ മദ്യപാനം താൻ മാറ്റി. തന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം, വലിയ വ്യത്യാസം വന്നു. സത്യമാണോ? സത്യമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന അസുഖമുണ്ട്. എന്ത് അസുഖം? ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. അതുകൊണ്ടാണോ മദ്യപിച്ചത്? അല്ല, 1 വർഷത്തിന് മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചെന്നപ്പോഴത്തേ പറഞ്ഞ് തോനെ നാളത്തേക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തിരിച്ചു വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ തോനെയാളൊന്നുമില്ല, അത് കുടിച്ചങ്ങ് മരിക്കാം, തീർത്ത് കുടിക്കാമെന്ന് ചോദിച്ചു. കുടിച്ചു. അതിനുശേഷം TV-യിൽ ഈ പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇപ്പം തോന്നത്തേ ഇല്ല, മനസ്സിൽ തോന്നുന്നില്ല, കുടിയില്ല. നമ്മളിപ്പോൾ വളരെ സന്തോഷത്തിലാണ് മൊത്തം. ശരിയാണോ സിസ്റ്റർ? ഈ പുള്ളി ഭർത്താവ് 15 വർഷം കുടിക്കുമായിരുന്നു. കുടിച്ചു കഴിഞ്ഞ് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? വീട്ടില് പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നം പറയാമോ? പ്രശ്നം എന്ന് പറഞ്ഞാൽ വേണ്ട, വലിയ അക്രമമാണ്. പറയാൻ പറ്റാത്ത രീതിയിലുള്ള പുള്ളിക്കാരൻ്റെ സ്വഭാവമായിരുന്നു. പക്ഷെ എൻ്റെ വലിയനാ ദൈവം ഇപ്പം ഞങ്ങൾ ഇത്രത്തോളം സന്തോഷവും സ്നേഹവും സമാധാനമാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതൊരു വലിയ സാക്ഷിയായി പറയാനുണ്ട്. ദൈവം എനിക്ക് ഒരുക്കി തന്നെ ഓർത്ത് എനിക്ക് തന്നു പറഞ്ഞ തീരത്തില്ല. ഒരു വീട്ടിൽ നടക്കുന്ന അത്ഭുതമാണ്. ഒരു വീട്ടിൽ നടന്ന അത്ഭുതം. കുടുംബനാഥന്റെ മദ്യപാനം മാറുന്നു. ഇവിടെ 2 രോഗങ്ങൾ മാറുന്നു. ആ കുഞ്ഞിന്റെ കാലിലുണ്ടായിരുന്ന ചീഞ്ഞളിഞ്ഞ ആ അലർജിയും പ്രശ്നങ്ങളും കർത്താവ് മാറ്റിക്കൊടുത്തു. ഒറ്റ വീട്ടിൽ വലിയ വിടുതലുകൾ. പൂർണ്ണമായി പോയെന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി കൊണ്ട് പൂർണ്ണമായി. കാരണം മദ്യപാനം ഇത്ര രൂക്ഷമായതുകൊണ്ട് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ചേട്ടന് 2011 പൂർണ്ണമായി കരൾ പോയി. എന്നോട് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കാൻ. എൻ്റെ ചേട്ടനെ പറ്റി എന്ത് പറയാൻ ഞാൻ കേൾക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കാൻ പറ്റും. ഞാൻ അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിൻ്റെ കരൾ പൂർണ്ണമായി പോയിരിക്കുകയാണ്. അപ്പോഴെന്നോട് ചോദിച്ചു ഒരു 5000 ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ നടത്തുന്നോ എന്നാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നടത്തുന്നു. അത് പുറത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞു നടത്തുന്നു. എൻ്റെ ചേട്ടൻ എന്ത് തന്നെ ആയിരുന്നാലും എൻ്റെ ദൈവം വലിയവനാണെങ്കിൽ പുള്ളിക്കാരനെ തിരികെ കിട്ടുമെന്ന് ഞാൻ ആശിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്തു. ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പം എൻ്റെ ചേട്ടന് എൻ്റെ ദൈവം വേറെ കരള് തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രദറിനെ ഓരോ ദിവസവും പ്രാർത്ഥന ഞാൻ കൈക്കൊള്ളും. എൻ്റെ ചേട്ടൻ ഹെപ്പറ്റൈറ്റിസ് ബി പൂർണ്ണമായി സൗഖ്യമാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടിയായിരിക്കും, എൻ്റെ ചേട്ടന് വേണ്ടിയായിരിക്കും അത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഓരോ ദിവസവും കൈക്കൊള്ളും. ചേട്ടൻ കേട്ടില്ലെങ്കിൽ ഞാനത് കൈക്കൊള്ളും. അപ്പോൾ എൻ്റെ വിശ്വാസം എൻ്റെ ചേട്ടൻ്റെ കരൾ പൂർണ്ണമായി എൻ്റെ ദൈവം തിരികെ തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം കർത്താവ് ഇത്രയും ചെയ്യാമെങ്കിൽ കർത്താവ് അതും ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ രോഗം പോയി. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഏറ്റവും വലിയ പ്രസംഗം. ഒരു വീട്ടിൽ കർത്താവ് ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇതേ യേശു ഈ വീട്ടിൽ ചെയ്ത
അത്ഭുതങ്ങൾ ചെയ്ത അതേ യേശു നിങ്ങളുടെ ഭർത്താവിൻ്റെ മദ്യപാനം മറ്റും മകൻ്റെ മദ്യപാനം മറ്റും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുതങ്ങൾ നടക്കും, രോഗികൾ സൗഖ്യമാകും. യേശു കർത്താവ് രക്ഷകനാണ്, യേശു കർത്താവ് സൗഖ്യദായകനാണ്, യേശു കർത്താവ് മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്, യേശു കർത്താവ് പൈശാചിക ശക്തികളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാൽ, കർത്താവ് ഈ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തിൽ ചെയ്തത് അങ്ങ് എല്ലാവർക്കും വേണ്ടി ചെയ്യണമേ. ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഒരു വലിയ വിടുതൽ പ്രാപിക്കട്ടെ. ഈ കുടുംബത്തിൽ മഹാത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതിനായി നന്ദി. ഈ സാക്ഷ്യം കാണുന്നവരുടെ ഭവനങ്ങളിലും കൂട്ടവിടുതലുകൾ ഉണ്ടാകട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. പ്രത്യേകിച്ച് ഈ സാക്ഷ്യം കാണുന്നവരിൽ മാനസിക രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് സൗഖ്യമാകുന്നതായി കർത്താവ് എന്നോട് പറയുന്നു. ചില ഗുളിക കൊടുത്ത് വയലന്റ് ആകാതിരിക്കാൻ, ആക്രമിക്കാതിരിക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ഗുളികകൾ കൊടുത്ത് മയക്കി ഉറക്കി കിടത്തുന്ന ചില വ്യക്തികൾ ഈ സാക്ഷ്യം കാണുമ്പോൾ സൗഖ്യമായി കൊണ്ടിരിക്കുന്നതായി കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭ്രാന്ത് മാറിപ്പോകട്ടെ, മാനസിക രോഗങ്ങൾ മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സുബോധമില്ലായ്മ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ആ ഭവനങ്ങളിൽ വലിയ വിടുതലുകൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഇനി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങളാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം മുറ്റിയ ഹൃദയവുമായിട്ട് നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ആ പ്രാർത്ഥനയ്ക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതിന് ഉറപ്പ് നൽകി നിങ്ങൾക്കതിനുള്ള മറുപടി ലഭിക്കും. അതുകൊണ്ട് വിശ്വാസം നിറഞ്ഞവരായി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏത് ആവശ്യങ്ങളാണെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ അങ്ങ് ചെവിക്കൊള്ളണമേ, അങ്ങ് കേൾക്കണമേ. കർത്താവെ, ഇപ്പോൾ തന്നെ സാമ്പത്തികമായ പല കാര്യങ്ങളിൽ കർത്താവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒത്തിരി കാര്യങ്ങളിൽ വേദനയോട് അവർ നിൽക്കുകയാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നങ്ങളുടെ മേൽ പരിഹാരം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 3 വർഷത്തോളമായി നിങ്ങളുടെ വീടിൻ്റെ നിലപ്പൊക്കം വരെ പൊങ്ങിയിട്ടും ഇന്ന് വരെ അതൊന്ന് വാർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കർത്താവ് പറയുന്നു, വിശ്വസിക്കുക, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുക. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ആ ഭവനത്തിൻ്റെ പണി നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വീടിൻ്റെ പണി നടക്കട്ടെ, ആ വീടിൻ്റെ പണി നടക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി എന്നോട് പറയുന്ന കാര്യം ഇതാണ്, കിണറ്റിൽ നിങ്ങൾ വീണ നിമിത്തമായി അന്നു മുതൽ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ആസ്മ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആസ്മ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവിനെ കാണിക്കുന്നു, നിങ്ങളുടെ ചെവി, ഈ ചെവിയുടെ ചെവിക്കൊടയുണ്ടല്ലോ, ഈ ഭാഗം മുഴുവൻ എന്തോ ഒരു അലർജി വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് പൊട്ടി ഇങ്ങനെ നിൽക്കുന്നത്, റെഡ് കളറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനത് കാണുന്നു. അതിങ്ങനെ പൊറ്റയൊക്കെ വന്ന് സ്കെയിൽസ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന എനിക്കത് കാണാം. അങ്ങനെ ആ വ്യക്തി വളരെയധികം നിങ്ങൾ ആ കാര്യത്തിൽ വേദനിക്കുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ പോകാൻ നിങ്ങൾ വളരെയധികം നാണിക്കുന്നു. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ആ കാതുകളിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായ സൗഖ്യം നടക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. അതുപോലെ ശരീരം മുഴുവൻ ഇങ്ങനെ കുരുക്കൾ പോലെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന വ്യക്തി, ഇവിടെ എല്ലാം ഇങ്ങനെ കഴുത്തിലും എല്ലായിടത്തും ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് ഇങ്ങനെ കുരുക്കൾ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് പറയുന്നു, മാഞ്ഞു പോകാൻ പോകുകയാണ്. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ ആ രോഗം ഇപ്പോൾ തന്നെ പൂർണ്ണമായും അത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. പലവിധ ആവശ്യങ്ങളുമായി നിൽക്കുന്നവരുണ്ട്. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ സാധ്യമായി തീരട്ടെ, അത് പൂർത്തിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാവിധമായിട്ടുള്ള രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ വിടുതലും സൗഖ്യവും അവരുടെ ശരീരത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
തുടർന്നുള്ള കാര്യങ്ങൾ ദയവായി ശ്രദ്ധിച്ചാലും ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെൽക്കം ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: സമാഗമന കൂടാരത്തിലെ സാക്ഷ്യപ്പെട്ടകം ഏത് മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്? വാട്ട് വാസ് ദ വുഡ് യൂസ്ഡ് ടു മേക്ക് ദി ആർക്ക് ഇൻ ദ ടാബർനാക്കിൾ? ഓപ്ഷൻസ്: എ അരിഞ്ഞൽ, ബി കാഞ്ഞിരം, സി ഗദിരമരം, ഡി കരുവേലകം. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958999959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ 5 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.